കോച്ച് സിംഗ് ഹിയർ ഫ്രം ടീം ഹാർഡ്കോർ ഒഫീഷ്യൽ. സോ ഇന്നത്തെ ടോപ്പിക് ബോഡി ബിൽഡിംഗ് ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ജസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ. അപ്പം നമുക്ക് ചീറ്റ് മീൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ എന്താണ് ചീറ്റ് മീൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ചീറ്റ് മീൽ എന്നുള്ള കാര്യം. സോ നമുക്ക് അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ടോപ്പിക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ഡയറ്റ് എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേജിലോട്ട് എത്തുമ്പോഴത്തേക്കും അവർക്ക് ഡയറ്റിനോട് നല്ല രീതിയിൽ മടുപ്പ് തോന്നുന്നൊരവസ്ഥ വരും. അല്ലെങ്കിൽ തന്നെ ഒരു പരിധിയിൽക്കപ്പുറം സെയിം സാധനങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ഇനി അത് ഫോളോ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ചെയ്യണമോ വേണ്ടയോ, മതിയായി പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ മടുത്തു പോകുന്നൊരവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് വരാറുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പറ്റുമോ? ഒരുപാട് കോമ്പറ്റീഷൻസ് ചെയ്യുന്ന വ്യക്തികളുടെ വീഡിയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പല ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന വ്യക്തികളുടെ വീഡിയോസ് ആയിക്കോട്ടെ, അവർ ജസ്റ്റ് പറയുന്നൊരു സംഭവം, ഞാൻ ഡയറ്റ് ആയതിൻ്റെ പേരിൽ ഞാൻ കഴിക്കുന്നില്ല, ഞാൻ നല്ല ഡയറ്റാണ്, ഇത്ര നാളായിട്ട് ഇന്ന കാര്യങ്ങളെല്ലാം ഞാൻ അവോയ്ഡ് ചെയ്തിട്ടാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. സോ അതിലുള്ള ഒരു കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്തു തരാം. ഓക്കെ, ഇപ്പം ആദ്യമായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഡയറ്റ് ആയിക്കോട്ടെ, ട്രാൻസ്ഫോർമേഷൻ ആയിക്കോട്ടെ, ബോഡി ബിൽഡിങ്ങിനായിക്കോട്ടെ, എല്ലാത്തിനുമായിട്ടുള്ള കാര്യമാണ്. ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വീക്ക്ലി വൺസ് നമുക്കൊരു ചീറ്റ് മീൽ എന്നുള്ളൊരു സംഭവം നമുക്ക് കൊടുക്കുന്നതിലുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. നമ്മളൊരു പരിധിക്കപ്പുറം സ്ട്രൈറ്റായിട്ട് നമ്മൾ ഡയറ്റ് പിടിച്ച് വരുന്നോണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺസ്, ഹാപ്പി ഹോർമോൺസ് എല്ലാം വളരെയധികം പ്രഷർ, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി ഭാഗം വളരെയധികം ടെൻഷനായിട്ട് നമുക്ക് ഒന്നിലും ഇൻട്രസ്റ്റ് തോന്നാത്തൊരവസ്ഥ, നമുക്ക് ഫുഡ് മുന്നോട്ട് കഴിക്കാൻ പറ്റാത്ത രീതിയിലൊരവസ്ഥ, ഡയറ്റ് ഫുഡ് പിന്നെ മടുപ്പ് തോന്നുന്നൊരവസ്ഥ, ഒരു എനർജി കുറവ്, ഇൻട്രസ്റ്റ് കുറവ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം നമ്മളെ ഹാപ്പി ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതിനനുസരിച്ച് നമുക്ക് പല രീതിയിൽ കാര്യങ്ങൾ നമുക്ക് തോന്നാം. അപ്പോൾ നമുക്ക് ആ ഒരു ഹാപ്പി ഹോർമോൺസ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീക്ക്ലി വൺസ്, ആദ്യമായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വീക്ക്ലി വൺസ് ഒരു ചീറ്റ് മീൽ. അപ്പോൾ ഈ ചീറ്റ് മീൽ എടുക്കുമ്പോൾ ഉള്ള ഒരു വ്യത്യാസമാണ് നമുക്ക് കൂടുതൽ എനർജി, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ കാലറീസ് നമുക്ക് ആ സമയത്ത് ഇൻടേക്ക് ചെയ്യുന്നത് പോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കവിടെ കാലറീസ് അല്ലെങ്കിൽ എക്സ്ട്രാ ഡെപ്പോസിറ്റേഷൻ കൂടുതലായിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് അവിടെ വരുന്നുണ്ട്. സോ ആ ഒരു പ്രോബ്ലം നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ചീറ്റ് മീൽ എടുക്കുന്ന ദിവസം നിങ്ങൾ ലെഗ് വർക്കൗട്ടോ ബാക്ക് വർക്കൗട്ടോ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ബാക്ക് വർക്കൗട്ടൊന്നും അത്രയും ഹെവി ചെയ്യുന്ന ആൾക്കാർ വളരെയധികം കുറവാണ്. സോ നിങ്ങൾക്ക് ലെഗ് വർക്കൗട്ട് ചെയ്യുന്ന ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ചീറ്റ് മീൽ കഴിക്കാം. ഒരു മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ മുന്നേ നിങ്ങളുടെ ചീറ്റ് മീൽ നിങ്ങൾ ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ലെഗ് വർക്കൗട്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ലെഗ് വർക്കൗട്ടിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ എനർജിയും, ഇനിയിപ്പോൾ എക്സ്ട്രാ കാലറീസ് നമ്മളെ ചീറ്റ് മീലിൽ നിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ പോലും ലെഗ് വർക്കൗട്ടിൻ്റെ ദിവസം നമുക്ക് ആ ഒരു കാറ്റഗറി ഓഫ് ചീറ്റ് മീലിൻ്റെ കാലറീസ് നമുക്ക് എനർജി ആയിട്ട് ബേൺ ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടി പറ്റുന്ന ഒരു രീതിയാണ്. സോ ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ സ്റ്റുഡൻസിന് കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു രീതിയാണ്. ഇനിയിപ്പോൾ കുറച്ച് നാളുകൾ, ഒരു 3 മാസങ്ങൾ അല്ലെങ്കിൽ ഒരു 2.5 മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആയിട്ടാണെന്നുണ്ടെങ്കിൽ 2 വീക്സ്ലി വൺ ഡേ എനി വൺ മീൽ എന്നുള്ള രീതിയിലായിരിക്കണം. 2 ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു മീൽ, ആ ദിവസവും നിങ്ങൾ ലെഗ് വർക്കൗട്ട് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഹിറ്റ് വർക്കൗട്ടോ അല്ലെങ്കിൽ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടോ, അങ്ങനെ എന്തെങ്കിലും മാക്സിമം നമുക്ക് എനർജി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ദിവസമായിരിക്കണം നമ്മൾ ചീറ്റ് മീലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ 6 മന്ത് ആയ ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒരു മന്ത്ലി, ഇപ്പോൾ അല്ലെങ്കിൽ ഒരു കട്ടിങ് ടൈം ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 വീക്സ്ലി 1 അല്ലെങ്കിൽ മാക്സിമം 2 എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ നല്ല എക്സ്ട്രീം കണ്ടീഷനിലൊക്കെ നിൽക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 2 വീക്സ്ലി 1 എന്നുള്ള രീതിയിൽ ഒരു മിനിമലായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ചീറ്റ് മീൽ ലോഡ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഒരു ദിവസം നിങ്ങൾക്ക് ചീറ്റ് മീൽ ലോഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ കണ്ടീഷൻ ഫുള്ള് പോകുമോ എന്നുള്ളൊരു സംഭവം നിങ്ങൾ വിചാരിക്കേണ്ട. ബാക്കിയുള്ള മീലുകൾ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വേണ്ടി മതിയാവും. ഇപ്പോൾ നിങ്ങൾക്കിപ്പം നിങ്ങൾക്കൊരു
ഉദാഹരണം ഞാൻ പറയുകയാണ്, നിങ്ങൾക്കിപ്പോൾ 2000 കാലറീസ് ഇൻടേക്ക് ചെയ്യേണ്ടടുത്ത് നിങ്ങളിപ്പോൾ 3000 കാലറീസ് ഓൾറെഡി ഇൻടേക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അതിന് ശേഷമുള്ള ദിവസമോ അതിന് ശേഷമുള്ള സമയത്തേക്കോ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൺട്രോൾ ചെയ്ത് നിൽക്കുക. ഇപ്പം നിങ്ങൾക്ക് രാത്രി വരെ അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ നിങ്ങൾക്കൊരു 2000 കാലറീസ് ആണ് നിങ്ങൾക്ക് ഇൻടേക്ക് ചെയ്യേണ്ടത്, എക്സാമ്പിളാണ് പറയുന്നത്, ഇൻടേക്ക് ചെയ്യേണ്ടത് എങ്കിൽ നിങ്ങളത് ആ ഒരു ദിവസം തീരുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് ഒരു 3000 കാലറീസ് നിങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളതവിടെ ലോക്ക് ചെയ്യുക. എന്നിട്ട് കാലറീസ് കുറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് മാത്രം നിങ്ങൾ അന്ന് രാത്രി വരെ കഴിച്ചതിന് ശേഷം പിറ്റേ ദിവസം കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ലെവൽ ഒരു പരിധിക്കപ്പുറം കൊടുക്കാതിരിക്കാനും ഒരുപാട് കാലറീസ്, ഇപ്പം തൊട്ടടുത്ത ദിവസം നമുക്ക് 2000 കാലറീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ ഒരു 1000 കാലറി എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ കൺട്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസം മുതൽ നിങ്ങൾക്ക് വീണ്ടും കറക്റ്റ് ട്രാക്കിലോട്ട് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് നമുക്ക് നല്ല രീതിയിലൊരു കോച്ചിൻ്റെ സഹായം ആവശ്യമാണ്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം, എന്തൊക്കെ രീതിയിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്തു പോയി അപ്പോൾ നമ്മൾ ഇനി അതെങ്ങനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു കോച്ചിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഇനിയിപ്പോൾ ഒരുപാട് ആൾക്കാർ ഡയറ്റിലോട്ട് വരുന്ന സമയത്ത് അവർക്ക് ഷുഗറിൻ്റെ ക്രേവിങ്സ് ഉള്ള ആൾക്കാരുണ്ടാവും. ഇപ്പം ഡെയിലി കമ്പൽസറി ആയിട്ട് 1 or 2 കോഫീസ് ഓർ ടീ കുടിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് കുടിക്കുന്ന ആൾക്കാരുണ്ടാവും. സഡനായിട്ട് ബ്രേക്ക് ഇട്ട് നിർത്തുമ്പോഴത്തേക്കും അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും. സോ അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർ ഡേ എനി വൺ ടൈം ഷുഗർ ഒരു നോർമൽ ലെവൽ, അവരുടെ ക്രേവിങ്സ് ഒന്ന് പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് കോഫി ആയിട്ടോ അല്ലെങ്കിൽ ജ്യൂസായിട്ടോ അങ്ങനെ എന്തെങ്കിലും വീക്ക്ലി 1 എന്നുള്ള രീതിയിലാക്കുക. പിന്നെ അതുപോലെ തന്നെ അത് കഴിയുമ്പോഴത്തേക്കും ആദ്യത്തെ 1-2 ഒരു മാസം കഴിയുമ്പോൾ പിന്നെ 2 days ഗ്യാപ്പിൽ അങ്ങനെ നമുക്ക് ഒരു നേരം എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. ഇതിങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ നോർമൽ ഇൻസുലിൻ വേരിയേഷൻസ് ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ടൈം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉച്ചയ്ക്കുള്ള മീൽ കഴിഞ്ഞിട്ടുള്ള വൈകുന്നേരത്തിന് മുന്നേ ഉള്ളൊരു സമയം. രണ്ടാമത്തെ സമയം എന്ന് പറയുമ്പോഴത്തേക്കും വൈകുന്നേരം ഈവനിങ് ഒരു 6 to 9 o'clock ആ ഒരു ഇടയിലുള്ള ഒരു ടൈമിലും നിങ്ങൾക്ക് ഷുഗർ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഷുഗറൊക്കെ മാക്സിമം ഒരു മാസം വരെയൊക്കെ നമുക്ക് കൊടുത്ത ക്രേവിങ്സൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മധുരത്തിൻ്റെ ക്രേവിങ്സ് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഐറ്റംസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കഴിക്കാം. ഇനിയിപ്പം അതും എക്സ്ട്രീം ലെവലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് 1 or 2 പീസ് നിങ്ങൾക്കത് ഗുഡ് ഫാറ്റിൻ്റെ കാറ്റഗറീസിൽ നിങ്ങൾക്ക് അതിനെ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുന്നതാണ്. ഡാർക്ക് ചോക്ലേറ്റ് 1 or 2 പീസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ജ്യൂസ് കുടിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്യുവർ ജ്യൂസ് ഒരു ദിവസം ഒന്ന് കുടിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ മാക്സിമം നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ, അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് എന്നുള്ള കാര്യം. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഈ ജ്യൂസ് കുടിക്കുന്ന ഒരു ശീലം അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡായിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ മാക്സിമം പ്രോട്ടീൻ ഷേക്ക് നിങ്ങൾക്കത് ഇൻടേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ്. പക്ഷേ നല്ലത് ചൂസ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പ്രോട്ടീൻ ഷേക്ക് നിങ്ങൾക്ക് അതിനനുസരിച്ച് കുടിക്കാവുന്നതാണ്. അപ്പം അതും ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോൾ ചിക്കൻ എടുക്കാമോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ്റെ എക്സ്ട്രീം സ്റ്റേജിലോട്ട് പോകുമ്പോൾ മാത്രം നിങ്ങൾക്ക് ചിക്കൻ ബ്രസ്റ്റ് എന്നുള്ള സംഭവം നിങ്ങൾക്ക് എടുത്താൽ മതി. ബാക്കിയുള്ള ഭാഗത്തൊന്നും ചിക്കനിൽ പ്രോട്ടീൻ ഇല്ലാതിരിക്കുന്ന സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ അവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫാറ്റും കൂടെ നമുക്ക് കയറും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഇൻടേക്ക് ചെയ്യുന്ന ഗുഡ് ഫാറ്റ് നമുക്ക് അവിടെ കുറയ്ക്കുക അല്ലെങ്കിൽ നിർത്തുക എന്നുള്ളൊരു കാര്യം മാത്രം നമ്മളവിടെ നോക്കിയാൽ മതി. ഇനിയിപ്പോൾ കോമ്പറ്റീഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് എക്സ്ട്രീം ലെവലിലോട്ട് പോകുന്ന സമയത്ത് ചിക്കൻ ബ്രസ്റ്റ് ലാസ്റ്റ് 2 or 3 months ഡിപ്പെൻഡ്സ് ബോഡി കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ബ്രസ്റ്റ് ആഡ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ് വൈറ്റ് എന്തൊക്കെ കാര്യം നമുക്ക് ഇത് പുഴുങ്ങി മാത്രമാണ് കഴിക്കാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ടുകൾ ഒരുപാട് ആൾക്കാർക്കുണ്ട്. നിങ്ങൾക്ക് ലൈറ്റ് ലെസ് ഓയിലിൽ നിങ്ങൾക്ക് ഓംപ്ലേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാം, ബുൾസൈ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ യെല്ലോൻ്റെ കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. യെല്ലോ എങ്ങനെയാണ്? അഫ്കോഴ്സ് അത് പ്രോട്ടീനാണ്, പക്ഷേ അതിനോടൊപ്പം തന്നെ അതിൽ കൊളസ്ട്രോൾ ഉള്ളത് കൊണ്ട് നമ്മൾ ട്രാൻസ്ഫോർമേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബൾക്കിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഒരു 10 എഗ്ഗ് യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്നുണ്ടെങ്കിൽ ഒരു 5 to 6 ഹോൾ എഗ്ഗ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ബാക്കിയുള്ളത് മാത്രം നിങ്ങൾക്ക് വൈറ്റ് ആക്കിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കട്ടിങ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 10 എഗ്ഗിലാണെന്നുണ്ടെങ്കിൽ ഒരു 2 ഹോൾ എഗ്ഗ് വൈറ്റും ബാക്കിയുള്ളത് നിങ്ങൾക്ക് വൈറ്റും ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്.
അപ്പോൾ ഇതിനനുസരിച്ച് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ അനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങളനുസരിച്ച് നമുക്ക് ഡയറ്റ് ചെയ്ത് തരാൻ കഴിവുള്ളതും ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിവുള്ളതായിട്ടുള്ള ഒരു ട്രെയിനേഴ്സിനെ നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പല ആൾക്കാർക്ക് പല ഫംഗ്ഷൻ വരുമ്പോഴത്തേക്കും അത് കഴിക്കാമോ ഇത് കഴിക്കാമോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ കാര്യങ്ങൾ, ഒരു കേക്ക് വളരെ ചെറിയൊരു പീസ് കഴിക്കാമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. എല്ലാം നിങ്ങളെ കോച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റേജിനനുസരിച്ചിരിക്കും, നിങ്ങളുടെ ബോഡി ടൈപ്പിനനുസരിച്ചിരിക്കും ഈ കാര്യങ്ങളെല്ലാം. സോ നമ്മൾ ഡയറ്റ് പിടിക്കുന്നത് ഒരിക്കലും മടുത്തിട്ടാകരുത്. നമുക്ക് കുറച്ച് എൻജോയ് ചെയ്ത്, അല്ലെങ്കിൽ കുറച്ച് ഇഷ്ടപ്പെട്ട് ഡയറ്റ് പിടിക്കാനുള്ളൊരു സാഹചര്യം നമുക്കുണ്ടെങ്കിലാണ് നമുക്കതൊരു കുറച്ച് നാളത്തേക്ക് നമുക്കത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ള കാര്യമാണ്. കുറേ ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ഫാറ്റ് ലോസിന് പോലും 0 കാർബ് പിടിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മസാലാസ് കട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വെറും പുഴുങ്ങിയ ചിക്കന് മാത്രമായിട്ട് തിന്നുന്ന ആൾക്കാരുണ്ട്. കഷ്ടപ്പെട്ട് നമ്മൾ പിടിക്കരുത്, അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഒഴിവാക്കി പോകും. പക്ഷേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടത്തോടു കൂടി, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് ഓക്കെ ആയിട്ട് പിടിക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ നമുക്ക് മുമ്പോട്ട് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ ചീറ്റ് മീൽ എടുക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചീറ്റ് മീൽ നിങ്ങൾ എടുത്താലാണ് നിങ്ങളുടെ ബോഡിയിലെ ഹാപ്പി ഹോർമോൺസിന് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. എക്സ്ട്രീമിൻ്റെ പുറക്കെ എക്സ്ട്രീമായിട്ട് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേജിലെത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക്, ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ തുടക്ക ഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ, ഒരുപാട് പ്രശ്നങ്ങൾ, മെൻ്റലി കുറേ ഡൗൺ ആവുന്നൊരവസ്ഥ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും. സോ ബോഡി ബിൽഡിംഗ് ആയാലും ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും കുറച്ച് എൻജോയ് ചെയ്ത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരുപാട് നമ്മൾ ടോർച്ചറിങ് ചെയ്യുന്ന രീതിയിലല്ലാതെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഓക്കെ ആയിട്ട് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യത്തിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് പഠിക്കാനോ, അല്ലെങ്കിൽ ബോഡി ബിൽഡിങ് ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ചെയ്യാനാണെങ്കിലോ, ഇനിയിപ്പോൾ വെയിറ്റ് ലോസിൻ്റെയോ വെയിറ്റ് ഗെയിനിങ്ങിൻ്റെയോ ബോഡി ബിൽഡിങ്ങിൻ്റെയോ ഡയറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഡയറ്റിനെ കുറിച്ചുള്ള എൻക്വയറീസിനാണെന്നുണ്ടെങ്കിലും ഞാനിതിൽ കമൻറ്റ് ബോക്സിൽ എൻ്റെ നമ്പർ പിൻ ചെയ്യുന്നതാണ്, കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.